16 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ബോട്ട് ദുരന്തത്തിന്റെ ഓർമ്മകൾ തീർത്ത നടുക്കം വിട്ടുമാറാത്ത ഒരു നാടുണ്ട് എറണാകുളത്ത്. കോതമംഗലത്തിന് സമീപം തട്ടേക്കാട്. 2007 നടന്ന ദുരന്തത്തിൽ 15 കുട്ടികളടക്കം 18 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇനിയൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയോടെയാണ് നിലവിൽ ഇവിടത്തെ ബോട്ട് സർവീസ്. തട്ടേക്കാടിന് സമീപം ഓവുങ്കൽ കടവ്, അതായത് ഇവിടെയാണ് 2007 ഫെബ്രുവരി 20 വൈകിട്ട് 6:30 കേരളത്തെ നടുക്കിയ ദുരന്തമുണ്ടായത്. ഏറ്റവും മനോഹരമായിരുന്ന യാത്രയാണ് ഒരു നിമിഷം കൊണ്ട് ദുരന്തത്തിലേക്ക് വഴിമാറിയത്. അങ്കമാലി എളവൂർ UP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി തട്ടേക്കാട് എത്തിയത്. ഒരേ സമയം 12 പേർക്ക് യാത്ര ചെയ്യാവുന്ന ബോട്ടിൽ കയറിയത് 20 പേർ. യാത്ര പുറപ്പെട്ട് അധികം സമയമായില്ല. അമിതഭാരം താങ്ങാനാകാതെ ബോട്ട് തലകീഴായി മറിഞ്ഞു. ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത് 15 കുട്ടികൾക്കും 3 അധ്യാപകർക്കും. അന്ന് ബോട്ടിൽ ടീച്ചേഴ്സും കുട്ടികളായിരുന്നു. സ്കൂളിൽ നിന്ന് വന്ന പിള്ളേരും ഇവിടെ വന്ന് ബോട്ടെടുത്ത് ഒരു 2 ബോട്ടെടുത്ത്, ഒന്ന് ഫോറസ്റ്റിൻ്റെയും ഒന്ന് രാജു എന്ന് പറയുന്ന ചേട്ടൻ്റെ ബോട്ട് എടുത്തായിരുന്നു. അത് 3 വഞ്ചി ഉള്ളൊരു ബോട്ടായിരുന്നു, തട്ട് കെട്ടിക്കായിരുന്നു. അപ്പോൾ തെർമോക്കോളിങ്ങാണ് ഇവിടെ താഴ്ന്ന ബോട്ടില്ലത്. അപ്പോൾ ഈ സൈഡ് വഴി പോകുന്ന വഴിക്ക് ഇപ്പുറം ഈ സൈഡിലായിട്ട് ശ്രീകൃഷ്ണപുരത്തിരിക്കുകയാണ് പരുന്ത്. അപ്പോൾ അതിനേക്കുള്ള ഒരു കൊച്ചു പറഞ്ഞത് പരുന്ത് കൊണ്ടുവന്ന് പോയപ്പോഴേക്കും ബാക്കി ഇപ്പുറം ഒന്ന് പറഞ്ഞ് അപ്പുറത്തേക്ക് തിരിച്ച് മാറി, എടുത്ത് മറിച്ച് കളഞ്ഞു, കമന്നുപോയി. അങ്ങനെ കുഴപ്പമില്ല, ഒരു 3-4 രക്ഷപ്പെടുത്തൊക്കെ ചെയ്തു. പക്ഷെ അതൊന്നുമില്ല, എല്ലാവരും അങ്ങനെ എൻ്റെ അടിപ്പെട്ടു, ഈ തട്ടിൻ്റെ അടിയായിപ്പോയി. എല്ലാവരും മുങ്ങി ഒന്ന് പൊങ്ങാനുള്ളൊരു പിള്ളേർക്കായാലും വലിയവർക്കും വലിയ ബുദ്ധിമുട്ടാകും. അങ്ങനെ പോയതാണ്. ദുരന്തത്തിൽ നിന്നുള്ള പാഠം ഉൾക്കൊണ്ടാണ് നിലവിൽ തട്ടേക്കാട് വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ പ്രവർത്തനം. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ബോട്ടുകളുടെ സർവീസ്. മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാനുള്ള ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ പരിശോധനകളും കൃത്യമായ ഇടവേളകളിൽ നടക്കുന്നുണ്ട്. കൊച്ചിൻ പോർട്ടസിന്റെയും ഫയർഫോഴ്സിന്റെയും എറണാകുളം ജില്ലാ കളക്ടറേയും പെരിയാർ വാലി ഇറിഗേഷന്റെയും പെർമിഷനോടുകൂടിയാണ് പുതുത്താൻകെട്ട് ബോട്ട് സർവീസ് നടത്തുന്നത്. ഞങ്ങൾ ഈ ബോട്ട് യാത്ര ചെയ്യുന്ന എല്ലാ യാത്രക്കാർക്കും, കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർക്ക് അതിനനുസരിച്ചുള്ള ലൈഫ് ജാക്കറ്റും സംവിധാനം കരുതിയിട്ട്, കൂടാതെ ലൈഫ് ബോയ, ഫ്ലോട്ടിംഗ് അലാം, ഒരു തുള്ളി വെള്ളം കയറിയ പോലും നമുക്ക് അറിയാനുള്ള സംവിധാനമുണ്ട്. അതുപോലെ നല്ലൊരു സ്റ്റെബിലിറ്റിയുള്ള ബോട്ടുകളാണ്. എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഇതിനകത്ത് ഉണ്ട്. ലൈഫ് ബോയ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും യാത്രയിലൂടെ തന്നെ നമ്മൾ ഈ സേഫ്റ്റി യാത്രയിൽ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. മീഡിയ 1 കൊച്ചി.